महिमयिडुम परमेशा पाहि मामेषु महेशा महिमयिडुम परमेशा पाहि मामेषु महेशा निस्तुल स्नेह सागरमेहा निस्तुल स्नेह सागरमेहा प्रस्ताव्यमे तिरुनामं क्रिस्तो नीतानिन विश्रामं प्रस्ताव्यमे तिरुनामं क्रिस्तो नीतानिन विश्रामं महिमयिडुम परमेशा पाहि मामेषु महेशा. ഈ ബ്രാൻഫോർഡ് ഡിക്ലറേഷൻ നടത്തുന്നത് 1917 നവംബറിലാണ്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 1917 ഫെബ്രുവരിയിൽ വേറെ ഒരു സംഭവം നടന്നു. അതേ വർഷം റഷ്യയിൽ വലിയൊരു വിപ്ലവമുണ്ടായി, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. സാർ ചക്രവർത്തിമാരാണ് അവിടെ ഭരിച്ചിരുന്നത്. ആ ചക്രവർത്തിമാരെ രാജഭരണമായിരുന്നു റഷ്യയിൽ. റഷ്യയിലെ രാജഭരണം ഈ ചക്രവർത്തിമാരെ മുഴുവൻ വാള കൊണ്ട് വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കി. സാർ ചക്രവർത്തിമാരെ കൊന്നു, ചോര പുഴയൊഴുക്കി. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അവിടെ ഉണ്ടായി. ഒരു കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം റഷ്യയിൽ സ്ഥാപിച്ചു. എന്നാണ് സംഭവിച്ചത്? 1917 എന്നാണ് ഇസ്രയേൽ രാജ്യമായി തീരാൻ ബ്രിട്ടൻ തീരുമാനമെടുക്കുന്നത്? 1917. ഇത് രണ്ടും ഒന്നാം ലോകയുദ്ധത്തിന്റെ ഇടയിലാണ്. ഒന്നാം ലോകയുദ്ധം നടക്കുന്നത് 1914 തൊട്ട് 18 വരെയാണ്. 1917 ഇസ്രയേലിന് രാജ്യമുണ്ടാക്കാൻ തീരുമാനിക്കുന്നു. 1917 റഷ്യയിൽ വിപ്ലവം ഉണ്ടാകുന്നു. ഇപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ടോ? ഈ ഒന്നാം ലോകയുദ്ധം ഈറ്റുന്നതിന്റെ ആരംഭമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം നിവർത്തിക്കപ്പെടണം. ഈ പ്രവചനം, ഈ 8-ാം വാക്യം നിവർത്തിക്കപ്പെടണം. നീ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരും, അവരോടുകൂടെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. നാം അത് പരിശോധിക്കാൻ പോവുകയാണ്. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിൽ വന്നപ്പോൾ ഈ പ്രവചനം നിവർത്തിക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടത് നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ, റഷ്യയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? ഇവിടെ 2 പഠനങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു പ്രവചന ഭാഗം അടർത്തിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കാം, എന്നാൽ എത്രയും വളരെ ലളിതമായി ഞാൻ ആ ഭാഗം എടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മാത്രമല്ല, ആധുനിക ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ചോദിക്കുന്ന അനേക ചോദ്യങ്ങൾക്ക് മറുപടി ഈ ഭാഗം തരുന്നുണ്ട്. അനേകർ ചോദിക്കുന്നുണ്ട്, റഷ്യ യുദ്ധത്തിൽ ഏർപ്പെടുമോ? ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് ലോകം വലിച്ചിഴക്കപ്പെടുമോ? ആനുകാലികമായ അനേക യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യ മനസ്സിൽ അങ്കുരിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ. വേദപുസ്തകം അതിനെന്ത് മറുപടി തരുന്നു എന്നുള്ളത് പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ പ്രാരംഭമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഭാഗത്ത് നിന്നാണ്. വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തതുപോലെ കാലത്തിൻ്റെ ഏതാണ്ട് അവസാന ദിവസങ്ങളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ തോറും 2 ദിവസം പഠിച്ചതുപോലെ ഉൽപ്രാപണം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ സമയം ഏതാണ്ട് ആഗതമായിരിക്കുകയാണ്. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ പ്രവചനങ്ങളുടെ നിവൃത്തികൾ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. നമുക്ക് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. ഞാനൊരു പ്രത്യേക രീതിയിൽ ആ ഭാഗത്തിൻ്റെ പഠനം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അനേക പ്രസംഗങ്ങൾ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും
ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേക ചിന്തയോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ഭാഗം ശ്രദ്ധിപ്പാനായിട്ട് തുടങ്ങുകയാണ്. എൻ്റെ ബൈബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ വായിച്ച പേജ് ഏതാണെന്ന് നോക്കിയാൽ ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ പേജായിരിക്കാം. ഞാൻ 1974 രക്ഷിക്കപ്പെട്ടത്. ഇന്നേക്ക് ഏതാണ്ട് 50 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ആ നാളുകളിൽ ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായമാണ് ബൈബിളിലെ പ്രവചനങ്ങളെ പഠിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വേദഭാഗം. ഇവിടെ നിന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചില പ്രിയപ്പെട്ടവരോട് ചോദിച്ചിട്ടുണ്ട്. മറുപടി തരുവാൻ അവർക്ക് കഴിയാതെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം ഞാൻ ഓർപ്പിച്ച പോലെ ഏറ്റവും അധികം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്ത ഒരു വേദഭാഗമാണ്. ഞാൻ ആ വിഷയത്തിൽ പ്രാരംഭമായി അവിടെ നിന്ന് എൻ്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ അവസാനത്തെ ആഴ്ച, ഈ ലോകത്തിൽ ജീവിച്ച അവസാനത്തെ ആഴ്ച അവൻ ചെലവഴിക്കുന്നത് യെരുശലേമിനും യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിലാണ്. കർത്താവ് ശിഷ്യന്മാരും ദേവാലയത്തിൻ്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ ശിഷ്യന്മാർ ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ പണികൾ അവനെ കാണിക്കുകയാണ്. നമ്മൾ ഓർക്കണം, യഹൂദൻ്റെ ദേവാലയം സാധാരണ കെട്ടിടങ്ങളിൽ നിന്ന് വിഭിന്നമായിരുന്നു. വളരെ വ്യക്തമായി ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, ഏതാണ്ട് 46 വർഷം കൊണ്ട് പണിതതാണ് യഹൂദൻ്റെ ദേവാലയം. ഭീമമായ കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ടതാണ്. നമുക്കൊരു ചിന്തയുണ്ട്, യേശുക്രിസ്തു അല്ലെങ്കിൽ ആ യഹൂദ ദേവാലയത്തെ അവന് ഡിസോൺ ചെയ്തു, അല്ലെങ്കിൽ അവന് അതോടുള്ള ബന്ധത്തിൽ അതിനെ തിരസ്കരിച്ച് കളഞ്ഞു എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിനെ തിരസ്കരിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു ആ ദേവാലയത്തെക്കുറിച്ച്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് സകല ജാതികൾക്കും വിളിക്കപ്പെടും. അത് യെരുശലേം ദേവാലയത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ ദേവാലയത്തിന് അവൻ പറഞ്ഞ വാക്ക് എൻ്റെ പിതാവിൻ്റെ ആലയം. ആ വാക്ക് യേശുക്രിസ്തു ഒരിക്കൽ കൂടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗത്തോട് തുലനം ചെയ്താണ് യഹൂദൻ്റെ ദേവാലയത്തെ നമ്മുടെ കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ദേവാലയത്തിൻ്റെ മഹത്വം എല്ലാ വിധത്തിലും ചിന്തിപ്പാൻ കഴിയും. ഞാൻ ഓർപ്പിച്ച പോലെ വളരെ ഭീമമായ കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ട ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ അവശിഷ്ടം കാണാം ഇന്ന് യെരുശലേമിൽ പോയാൽ. ഞാൻ ആ ദേവാലയം നിന്ന വിലാപ മതിലിൻ്റെ അടിയിലൊരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കരങ്ങളിങ്ങനെ നൂർത്തു പിടിച്ചിട്ട് ഒരു കല്ല് ഞാൻ ഏതാണ്ട് 9 പ്രാവശ്യം അളന്നു. ഇങ്ങനെ കൈ പിടിച്ചിട്ട് 9 പ്രാവശ്യം അളന്നു. ഏതാണ്ട് 8-9 പ്രാവശ്യം അളന്നു ആ കല്ലിൻ്റെ നീളം അളക്കാൻ. അവർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ മുറിച്ചെടുത്ത കല്ലിൽ 2-മത്തെയോ 3-മത്തെയോ കല്ലാണ് ആ കല്ല്. യഹൂദ ദേവാലയത്തിൻ്റെ അടിത്തറയുടെ ഭാഗത്തുള്ള കല്ലാണ്. അതിൻ്റെ മോൾ ഭാഗമാണ് തകർന്നു പോയത്. ആ കല്ല്, ആ ഭിത്തി ഇന്നും ആ തുരങ്കത്തിൻ്റെ അടിയിൽ കയറിയാൽ കാണാനായിട്ട് കഴിയും. ഞാൻ ഓർപ്പിച്ചു വന്നത് ഭീമമായ കല്ലുകൾ, മുകളിലോട്ടും വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയപ്പെട്ടത്. ഈ കല്ലുകളുടെയും മറ്റും പണികൾ കർത്താവ് ശിഷ്യന്മാരെ കാണിക്കുകയാണ്. നമുക്ക് ആ 24-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യം വായിക്കാം. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യഹൂദ ശിഷ്യന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാർ, അവർ യഹൂദന്മാരാണ്. ഈ ദേവാലയത്തിൽ അവർ വളരെ അഭിമാനം കൊണ്ടവരാണ്. അവരോട് കർത്താവ് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. ശിഷ്യന്മാർ മൗനമായി. അവരുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ അങ്കുരിച്ചു. അവരുടെ കൈകളിലിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥത്തിൽ മലാക്കിയുടെ പുസ്തകമാണ് അവസാനത്തെ പുസ്തകം. ആ പുസ്തകത്തിലുണ്ട്, നീ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ പെട്ടെന്ന് തൻ്റെ ആലയത്തിൽ വരും. ഇവർ ചിന്താകുലരായി. ഈ ദേവാലയം ഇടിക്കപ്പെടുമെന്ന് പറയുന്നു. നീ അന്വേഷിക്കുന്ന നിയമദൂതൻ പെട്ടെന്ന് തൻ്റെ ആലയത്തിൽ വരണം. എങ്ങനെ അത് സംഭവിക്കും?
ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 3-ാം വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. 3 ചോദ്യങ്ങൾ ചോദിച്ചു. ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന് നീ പറഞ്ഞു, അതെപ്പോൾ സംഭവിക്കും? അതോട് ചേർത്ത് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. കർത്താവ് തിരുമായി ഒഴിഞ്ഞ് പറഞ്ഞതാണ് താഴോട്ട് വായിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ ബൈബിൾ പഠനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തൊരു ഭാഗമാണ് ഈ ഭാഗം. ഞാൻ ഓർപ്പിക്കട്ടെ, അതിൻ്റെ 1-ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2-3 ചോദ്യങ്ങൾക്ക് മറുപടി ഈ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ ഇതിൻ്റെ 1-ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി എവിടെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 21 അതിൻ്റെ 20-ാം വാക്യം നോക്കുക. അവിടെ ഈ സംഭവം, ദേവാലയം എപ്പോൾ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നോക്കുക, കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, അതെപ്പോൾ സംഭവിക്കും? കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം എപ്പോഴാണ്? ഞാൻ ആ ചരിത്രം ചുരുക്കി പറയുകയാണ്. ദീർഘമായി ചിന്തിക്കാൻ കഴിയും ആ ചരിത്രം. AD 66 തൊട്ട് റോമാക്കാരവരെ വളയാൻ ആരംഭിച്ചു. പക്ഷേ AD 70 സൈന്യങ്ങൾ അവരെ വളയുകയാണ്. യെരൂശലേം മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. ആ പട്ടണത്തിന് റോമൻ സൈന്യങ്ങൾ വളഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞു, യെരൂശലേമിനെ സൈന്യങ്ങൾ വളയുന്നത് കണ്ടാൽ അതിൻ്റെ ശൂന്യകാലം അടുത്തെന്ന് നിങ്ങൾ അറിയണം. അവര് സൈന്യങ്ങൾ വളഞ്ഞു കിടന്നു. അവര് ദേവാലയം നശിപ്പിക്കാതിരിക്കാൻ തീത്തോസ്, സൈന്യാധിപനായ തീത്തോസ് റോമൻ സൈന്യത്തിന് കൽപ്പന കൊടുത്തു, ആ ദേവാലയം നശിപ്പിക്കരുത്. കാരണം അത് പണിത് 46 വർഷം കൊണ്ട് റോമൻ ഭരണകർത്താവായ ഹെരോദാവാണ്. അത് തകർത്ത് കളയരുത് എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞു കണ്ടാൽ അതിൻ്റെ ശൂന്യകാലം അടുത്തുവെന്ന് നിങ്ങൾ അറിയണം എന്ന് പ്രത്യേകം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം, AD 70 യഹൂദന്മാർ ആ കീഴ്പ്പെടുവാൻ ആവശ്യപ്പെട്ടിട്ട് അവർ കീഴ്പ്പെട്ടില്ല. അവർ കീഴ്പ്പെടാതിരുന്നതിനൊരു കാരണമുണ്ട്. ദേവാലയം അവിടെ നിന്നതാണ്. ഈ ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്നാൽ എന്തുകൊണ്ടാണ് അവർ കീഴ്പ്പെടാഞ്ഞതെന്ന് മീഖയുടെ പ്രവചനത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. എടുത്തവരൊന്ന് വായിച്ചാൽ മതി. ആ സഹോദരി അത് വായിക്കും. മീഖയുടെ പ്രവചനം അതിൻ്റെ 3-ാമത്തെ അധ്യായം എടുത്താട്ടെ. എന്തുകൊണ്ടാണ് യഹൂദന്റെ ദേവാലയത്തെ നശിപ്പിക്കുവാൻ കർത്താവ് കൽപ്പന കൊടുക്കുന്നത്? നോക്കുക, 3-ാം അധ്യായത്തിൻ്റെ 9 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ച് 12 വരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ന്യായം വരുകയും വളച്ചു കളയുകയും ചെയ്യുക യാക്കോബ് ഗൃഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പീൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉള്ളൂ, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാടിലെ മേടുകൾ പോലെയും ആയിത്തീരും. യഹൂദന്മാരുടെ ആത്മിക നിലവാരം ഇവിടെ കാണിക്കുകയാണ്. അവരുടെ സാമൂഹികവും ആത്മികമായ നിലവാരം അധപ്പതിച്ചു. നമ്മുടെ വായിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു, ന്യായാധിപന്മാർ പണം വാങ്ങി ന്യായം മറിച്ചു കളയുന്നു. അവരുടെ സിവിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ അധപ്പതിച്ചു. വളരെ ആത്മിക അധപ്പതനം യഹൂദനുണ്ടായി. ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷേ അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാനം, എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അവരുടെ ധാരണ യഹൂദ ദേവാലയം അവരുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ദൈവം അവരുടെ മധ്യത്തിലുണ്ട്, അവർക്ക് യാതൊരു അനർത്ഥവും വരില്ല.
ഇന്നത്തെ ക്രിസ്ത്യ സമൂഹത്തിനും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. വലിയ സൗധങ്ങളും ദേവാലയം നിൽക്കുന്ന കാണുമ്പോൾ ദൈവത്തിൻ്റെ ആനുകൂല്യം അവർക്കുണ്ടെന്ന് കരുതുന്നു. അതിലേറ്റവും വലിയ തെളിവാണ് ഇവിടെ. ആത്മീക അധപ്പതനം സംഭവിച്ചിട്ടും യഹൂദ ദേവാലയം അവിടെ നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നും തങ്ങൾക്ക് യാതൊരു ദോഷവും വരില്ലെന്നും അവർ ചിന്തിച്ചു. അടുത്ത വാക്യം നോക്കിയാട്ടെ, 12-ാം വാക്യം. അതുകൊണ്ട് therefore ഈ കാരണങ്ങളാൽ നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഒഴുകും, യെരൂശലേം കൽക്കുനായി മാറും. ദൈവത്തിന്റെ പർപ്പസാണ് ആ ദേവാലയം തകർത്ത് കളയണം, യെരൂശലേം ഉഴുതുമറിക്കണം. ആശ്ചര്യമായി പ്രവചനത്തിൽ ഈ പറഞ്ഞ വാക്കുകൾ നിവർത്തിക്കപ്പെട്ടു. തീത്തോസ് കൽപ്പന കൊടുത്തു, ദേവാലയം തകർക്കരുത്. പക്ഷെ ആരോ ഒരു റോമൻ പടയാളി ഒരു തീപ്പന്തം ഉണ്ടാക്കി ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. ദേവാലയത്തിന് തീ പിടിച്ചു. അതിൻ്റെ അകം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. ഈ സ്വർണങ്ങളൊക്കെ ഭീമമായ കല്ലുകളുടെയിലേക്ക് കയറി. അന്ന് കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ വാളിന്റെ വായ്ത്തലാൽ വീഴും. 11 ലക്ഷം യഹൂദനെ റോമൻ സൈന്യം വാളുകൊണ്ട് വെട്ടിക്കൊന്നു. 11 ലക്ഷം യഹൂദനെ. ആ സ്വർണം കവർന്നെടുക്കാൻ പടയാളികൾ ശ്രമിച്ചു. ഓരോ കല്ലുകൾ ഒന്നിൽ നിന്നും മറിച്ചിട്ടു. ആ സ്വർണം കവർന്നെടുത്തപ്പോൾ ആരോ പറഞ്ഞു, ദേവാലയത്തിന്റെ അടിയിൽ നിധികൾ കുഴിച്ചിട്ടുണ്ട്. പരിചയം ശ്രദ്ധിച്ച് ആനയെ കൊണ്ടുവന്നു. ചരിത്രം പറയുന്നു, ആനയെ കൂട്ടി അവരവിടെ ഉഴുതുമറിച്ചു. ദൈവജനത്തിൽ പറഞ്ഞു, നിന്റെ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കൽക്കൂനയാക്കി മാറ്റി യെരൂശലേം. ദൈവപുത്രൻ പറഞ്ഞു, അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കാലം വരുമെന്ന് പറഞ്ഞു. അതെപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ആ ഭാഗം അവിടെ വിടട്ടെ. ശിഷ്യന്മാർ അതോട് ചേർത്ത് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ശിഷ്യന്മാർ ചോദിച്ചത് അടയാളങ്ങൾ അല്ല, ബഹുവചനമല്ല, അടയാളം ഏകവചനമാണ്. വാട്ട് ഈസ് എ സൈൻ ഓഫ് യുവർ കമ്മിങ്? നിന്റെ വരവിന്റെ അടയാളം എന്താണ്? യേശുക്രിസ്തു ഒരടയാളമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. 32-ാം വാക്യം വായിക്കേണ്ട. എന്നാൽ അവിടെ വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. വേദപുസ്തകമുള്ളവരൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു പ്രത്യേക ഭാഗം ഇവിടെ കാണിക്കാനാണ് ഞാൻ ആ ഭാഗം വായിക്കാൻ പറഞ്ഞത്. നോക്കുക, ശിഷ്യന്മാർ ചോദിച്ചത് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ന്. യുഗത്തിന്റെ അവസാനം എന്നാണ് അതിൻ്റെ ആശയം. യുഗമെന്ന് അവസാനിക്കും, ലോകാവസാനം. നമ്മുടെ കർത്താവിന്റെ മറുപടി എന്നാ? ഉടനെ കർത്താവ് പറഞ്ഞ വാക്കെന്നാ? അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതിന്റെ 6-ാം വാക്യം, നിങ്ങൾ യുദ്ധങ്ങളെയും എന്നാൽ അത് അവസാനമല്ല. മതി സിസ്റ്ററെ, അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ പറയുന്നത് ഇനി ദൈവമക്കൾ ശ്രദ്ധിക്കണം. കർത്താവിനോട് ചോദിച്ചത് ലോകത്തിന്റെ അവസാനം എപ്പോഴാണെന്ന്. കർത്താവ് പറഞ്ഞ മറുപടി എന്നാ? നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും, എന്നാൽ അത് അവസാനമല്ല. കർത്താവെ, നിന്നോട് ചോദിച്ചത് ലോക അവസാനം എപ്പോഴാണെന്നാണ്. നീ പറയുന്നത് ഈ യുദ്ധങ്ങളൊക്കെ നടക്കും, അത് അവസാനമല്ലെന്നല്ലേ പറയുന്നത്? ഞങ്ങളതല്ല ചോദിച്ചത്. എപ്പോഴും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മനുഷ്യൻ ആകുല ചിന്തയാണ്, ഇത് ലോകാവസാനമാണോ, ഇത് 3-ാം ലോകയുദ്ധമാണോ? ഇപ്പോഴും അനേകരത് ചോദിച്ചു. കർത്താവിന്റെ കാലത്തും കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മാനവരാശിയുടെ ചരിത്രം 6000 വർഷമുണ്ട്. ഈ 6000 വർഷത്തിൽ ഏതാണ്ട് 200 ചെല്ലുവാനും വർഷമേ ഉള്ളൂ അവൻ യുദ്ധം ചെയ്യാതെ ജീവിച്ചിട്ടുള്ള കാലഘട്ടം. ബാക്കി ഏത് സമയത്തും ലോകത്തിന്റെ എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇപ്പോൾ എവിടെയെല്ലാം യുദ്ധം നടക്കുന്നു, എവിടെയെല്ലാം യുദ്ധം നടക്കുന്നു. മനുഷ്യ ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രമാണ്. കർത്താവ് പറയുകയാണ്, ഈ യുദ്ധങ്ങളൊക്കെ നടക്കും, അത് അവസാനമല്ല. ഇനിയുള്ള
ഇങ്ങനെയുള്ള വാക്കാണ് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് 7-ാം വാക്യം നോക്കിയാട്ടെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? കർത്താവ് തിരുമായി ഒഴിഞ്ഞു പറയുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കും, അത് അവസാനമല്ല. അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇത് പ്രസവവേദനയുടെ ആരംഭമാണ്. ഇത് കാലത്തിന്റെ അന്ത്യത്തിന്റെ ആരംഭമാണ്. ദൈവത്തിനോട് ചോദിച്ചത് എപ്പോഴാണ് ലോകത്തിന്റെ അവസാനം? ദൈവത്തിന് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. ലോകത്തിന് ഈറ്റുനോവ് കിട്ടുന്ന ഒരു സമയമുണ്ട്. ഒരു സ്ത്രീക്ക് ഈറ്റുനോവ് കിട്ടിയാൽ, പ്രസവവേദന വന്നു കഴിഞ്ഞാൽ, ആ പ്രസവവേദന പ്രസവം അടുക്കുമ്പോൾ കലാശിച്ച് അവൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഈ ലോകത്തിനൊരു ഈറ്റുനോവ് കിട്ടി. അതാണ് ദൈവപുത്രൻ പറഞ്ഞത്. ഏതാണ് ഈ ഈറ്റുനോവ്? ഏതാണ് ഈ ഈറ്റുനോവ്? ഈ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഏതാണ് കർത്താവ് ഇവിടെ പറഞ്ഞ ഈറ്റുനോവ്? നിങ്ങൾ ചരിത്രം നോക്കിയാൽ കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. ഇവിടെ കർത്താവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. എങ്ങനെയാണെന്ന് നോക്കിയാട്ടെ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് എതിർപ്പെടും. ഒരു രാജ്യം വേറൊരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ആഗോളമായ യുദ്ധം ഉണ്ടാകും. അതോട് ചേർന്ന് ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇത് 1-ാം ലോകമഹായുദ്ധമാണ്. മനുഷ്യർ അനേക യുദ്ധം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഓസ്ട്രിയ, യൂറോപ്പിലുള്ള ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം അടുത്ത രാജ്യമായി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയുടെ പക്ഷത്തിലേക്ക് ജർമ്മനി വന്നു. ജർമ്മനി ബെൽജിയത്തിലൂടെ കടന്ന് ഫ്രാൻസിനെ ആക്രമിച്ചു. ഫ്രാൻസിനെയും ബെൽജിയത്തെയും മോചിപ്പിക്കുവാൻ റഷ്യ, ജപ്പാൻ മുതലായ രാജ്യങ്ങൾ, ഏതാണ്ട് 25 രാജ്യങ്ങൾ, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആഗോളമായ ഒരു യുദ്ധമായി. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നോക്കിയേ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കും. A nation will rise against another nation and kingdom against kingdom. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് സാമ്രാജ്യങ്ങൾ ചേർന്നൊരു യുദ്ധം ആരംഭിക്കും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. 1-ാം ലോകയുദ്ധം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധം നടക്കുന്നത് 1914-നും 18-നും ഇടയിൽ 4 വർഷം നീണ്ടു നിന്ന 1-ാം ലോകയുദ്ധം. വേറെ ഒരു യുദ്ധവും ഇങ്ങനെ നടന്നിട്ടില്ല. 25 രാജ്യങ്ങളാണ് ജർമ്മനിക്കെതിരെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അണിനിരുന്നത്. അമേരിക്ക ദൂരെ കിടക്കുന്നു. അവരുടെ കപ്പൽ മുക്കി അനേക അമേരിക്കൻ നേവി ആളുകൾ മരിച്ചപ്പോൾ അമേരിക്കൻ യുദ്ധത്തിൽ വലിച്ചിഴക്കപ്പെട്ടു. ആഗോളമായ ഒരു യുദ്ധമായി. അന്ന് ആ യുദ്ധത്തിന്റെ പേര് മഹായുദ്ധം എന്നാണ്. 2ാമത്തെ ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലാണ് ഈ മഹായുദ്ധത്തിന് 1-ാം ലോകയുദ്ധം എന്ന് പേര് കൊടുത്തത്. എന്നാൽ പ്രിയപ്പെട്ടവരോട് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ 1-ാം ലോകയുദ്ധത്തിൽ ഒരു പ്രവചനം നിവർത്തിക്കുവാൻ, ദൈവവചനത്തിലെ അന്ത്യകാല പ്രവചനം നിവർത്തിക്കാൻ വലിയ 2 സംഭവങ്ങൾ നടക്കുകയാണ്. ഒരേ സമയത്ത് നടന്നു. എടുക്കാം എസെക്കിയേൽ പ്രവചനം 38. നമ്മൾ കണ്ടു, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്, പ്രസവവേദനയുടെ ആരംഭമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആ പ്രസവവേദന ആരംഭിച്ച് കലശലായിക്കൊണ്ടിരിക്കുന്നു നാം നിങ്ങൾ ജീവിക്കുന്ന ഇന്ന്. നമുക്ക് നോക്കാം. എനിക്ക് എല്ലാ ഭാഗങ്ങളും എടുക്കുവാൻ നിവൃത്തിയില്ല. പക്ഷേ ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓർക്കുക, എസെക്കിയേൽ 38-ഉം 39-ഉം അധ്യായം, 2 അധ്യായം ഇവിടെ കൊണ്ട് തീരുകയല്ല. സക്കറിയ 6-ന്റെ ആദ്യത്തെ 8 വാക്യം അവിടെയുമുണ്ട്, വേറെ വേദഭാഗങ്ങളിലുമുണ്ട്. ഈ 2 ഭാഗങ്ങളിൽ നിന്ന് ഞാൻ അടർത്തിയെടുത്ത് ചില കാര്യങ്ങൾ പറയട്ടെ. ഈറ്റുനോവിന്റെ കലശലായി അവസാനം
യേശുക്രിസ്തു വരുന്നതിന് അല്പം മുമ്പ് ഒരു കൊച്ചു രാജ്യത്തെ ഒരു വലിയ രാജ്യം ആക്രമിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കൊച്ചു രാജ്യത്തെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു രാജ്യം കയറി ആക്രമിക്കും. ആരാണ് ആ രാജ്യം? നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു വാക്യം വായിക്കാം. 38-ാം അധ്യായത്തിൻ്റെ അവിടെ ഇതെല്ലാം മനസ്സിലാക്കാനുള്ളത് അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരോട് ആ വാക്യം പ്രിയ സഹോദരി ഒന്ന് വായിച്ചാട്ടെ. 8-ാമത്തെ വാക്യം. ഏറെ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിൽ ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ആരെ ആക്രമിക്കുന്നതാണ്? എത്ര വ്യക്തമായി പറയുന്നു. ഇസ്രായേൽ പർവ്വതങ്ങളിൽ നീ വരും എന്ന് വരും. ഏറിയ നാൾ കഴിയണം. ആ ഈറ്റുനോവ് കലശലായി ദൈവപുത്രൻ മടങ്ങി വരുന്നതിന് മുമ്പ്, ആ കുഞ്ഞു പ്രസവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏറിയ നാൾ കഴിയണം. ആഫ്റ്റർ മെനി ഡേയ്സ്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഓർക്കുക. ഹോശേയ പ്രവചനം 3-4-5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈ വിധം ഇസ്രായേൽ ബഹുകാലം രാജാവില്ലാതെ, ഏഫോദില്ലാതെ. ആ വാക്യം ഒന്ന് നോക്കിക്കേ. ഹോശേയ 3-4-5 വാക്യം. ഇസ്രായേൽ ബഹുകാലം, ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗൃഹബിംബമില്ലാതെയും ഇരിക്കും. ആ ഭാഗം നോക്കുക. ബഹുകാലം, അനേക നാളുകൾ ഇസ്രായേൽ രാജ്യമില്ല, അവരെ ഭരിക്കുന്ന ഭരണകൂടമില്ല, പ്രഭുക്കന്മാരില്ല, അവർക്ക് ദേവാലയമില്ല, യാഗമില്ല, പുരോഹിതന്മാരില്ല, അവർ ബിംബാരാധികളുമല്ല, ഏഫോദുമില്ല, അവർക്ക് ശരിയായ ആരാധനയുമില്ല, തെറ്റായ ആരാധനയുമില്ല. അങ്ങനെ ഇസ്രായേൽ ബഹുകാലം കഴിയും. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ഏറിയ നാൾ അങ്ങനെ കഴിയും. എന്നെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം എപ്പോൾ നിവർത്തിക്കപ്പെടുമെന്ന് ഞാൻ പറയാം. നമ്മൾ ഓർത്തതുപോലെ ഇവിടെ 2 രാജ്യങ്ങളെയാണ് എടുത്തു പറയുന്നത് പ്രധാനമായി. ഒന്ന്, ഇസ്രായേൽ പർവ്വതങ്ങൾ. ഇസ്രായേൽ, അവരെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അവർ ലോകത്തിന്റെ 4 കോണിൽ നിന്നും അവർ മടങ്ങി വന്നിരിക്കുകയാണ്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഒരു ജനമാണിവർ. വേദപുസ്തകം എത്ര സത്യമാണ്! ഇവിടെ ആരെങ്കിലും സംശയദൃഷ്ടിയാൽ ഇരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ വാക്കുകൾ 2600 വർഷം മുമ്പ് എഴുതിയതാണ്. പ്രവാചകനായ എസെക്കിയേൽ ബാബേൽ പ്രവാസത്തിൽ കിടക്കുകയാണ്. ദാനിയേലിന്റെ സമകാലീനനാണ് എസെക്കിയേൽ. അദ്ദേഹം പ്രവാസത്തിൽ കിടക്കുന്നത് ക്രിസ്തുവിന് 600 വർഷം മുമ്പാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നേക്ക് 2600 വർഷം മുമ്പ്, 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തുകയാണ്. കാലത്തിന്റെ അന്ത്യത്തിൽ ഏറിയ നാൾ കഴിയുമ്പോൾ, ആ പ്രസവത്തിനെ കലശലായി തീരുമ്പോൾ ഇസ്രായേൽ മടങ്ങി വരണം. അവർ എവിടെ നിന്ന് വരും? അവർ പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെടും. എവിടെ അവർ മടങ്ങി വരും? ഇസ്രായേൽ പർവ്വതങ്ങളിൽ മടങ്ങി വരും. എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് വെച്ച് നീട്ടി 17 വ്യത്യസ്ത സ്ഥലങ്ങൾ. എൻ്റെ കൈകളിൽ ആ ലിസ്റ്റുണ്ട്. ലോകരാജ്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ മധ്യപൂർവ്വദേശത്തിൽ രാജ്യമുണ്ടാക്കണ്ട, നിങ്ങൾ പോയി ക്രിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് വിയറ്റ്നാമിൽ കൊണ്ടുവന്ന് ഒരു രാജ്യം സ്ഥാപിക്കുക. ജലപ്പാർപ്പ് കുറവുള്ള നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം, ലോകത്തിൽ പല സ്ഥലങ്ങൾ ലോകം വെച്ച് നീട്ടി അവിടെ ഒരു രാജ്യം സ്ഥാപിക്കാൻ പറഞ്ഞു. പക്ഷേ ദൈവം അവർക്ക് കൊടുത്തത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കൊണ്ടുവരും. എൻ്റെ മനസ്സിലൊരു വാക്യം വരുന്നത് കൊണ്ട് ഞാൻ എടുക്കുകയാണ്. 36-ാം അധ്യായം എന്നെടുത്ത് എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുതകരമായ പ്രവചനങ്ങളാണ്! ഞാനതിൻ്റെ ഗൗരവമേറിയ ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുക്കുകയാണ്. നോക്കുക, ഈ എസെക്കിയേൽ 36-ാം അധ്യായം ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു പേനയോ പെൻസിലോ കയ്യിലെടുത്തിട്ട്
അധ്യായം ശാന്തമായി വായിക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. 21 പ്രാവശ്യം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ഐ വിൽ, ഐ വിൽ, ഐ വിൽ. ഞാൻ ചെയ്യും. ദൈവം പറയുകയാണ് ഞാൻ ചെയ്യും. ആരോടുള്ള ബന്ധത്തിലാണ്? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. 36 അധ്യായത്തിന്റെ 24 വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളെ ദൈവം പറയുകയാണ് ഐ വിൽ, ഞാൻ നിങ്ങളെ സകല ദേശത്തു നിന്നും കൂട്ടും. എവിടെ കൂട്ടും? നിങ്ങളുടെ സ്വന്തം ദേശത്തിൽ വരുത്തും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏതാണ്ട് 130 രാജ്യത്ത് നിന്ന് യഹൂദനെ മടക്കി കൊണ്ടുവന്നു. ലോക ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ചെതറിക്കിടന്ന യഹൂദനെ ഏതാണ്ട് 130 രാജ്യത്തുനിന്ന് ദൈവം അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത അതേ സ്ഥലത്ത് മടക്കി കൊണ്ടുവന്നു. വണ്ടർഫുൾ. ദൈവവചനം എത്ര കൃത്യമാണ്, എത്ര സത്യമാണ്. അനേക നാളുകൾ കഴിഞ്ഞിട്ട് കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ വീണ്ടും മടക്കി കൊണ്ടുവരും. ഇതാണ് നമ്മൾ 38 അധ്യായത്തിൽ വായിച്ചത്. എന്നാൽ എനിക്ക് പറയാൻ, ഞാൻ വാച്ചിൽ നോക്കുന്നുണ്ട്, എൻ്റെ മുന്നിൽ സമയത്തിൻ്റെ പരിധി ഞാൻ നോക്കുന്നുണ്ട്. ഇസ്രായേൽ മടങ്ങി വന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ഒരു രാജ്യമായത് എങ്ങനെയാണ്? നിങ്ങൾ ഓർക്കണം, 1-ാം ലോകമഹായുദ്ധമാണ്. 1-ാം ലോകയുദ്ധത്തിൽ നമ്മൾ കാണുന്ന പോലെ ടാങ്കുകളും മിസൈലുകളും അതുപോലെ തന്നെ ബോംബുകളൊന്നുമല്ല ഉപയോഗിച്ചത്. അന്നത്തെ യുദ്ധസമയം പീരങ്കിയും ഡൈനമൈറ്റും ഉപയോഗിച്ചുള്ള യുദ്ധമാണ്. വെടിമരുന്ന് ഉപയോഗിച്ചുള്ള യുദ്ധമാണ് 1-ാം ലോകയുദ്ധം. 1-ാം ലോകയുദ്ധത്തിൽ നേതൃത്വം വഹിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടന് വെടിമരുന്ന് കിട്ടിയത് ചിലി എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യത്ത് നിന്നാണ്. ജർമ്മൻ മുങ്ങിക്കപ്പലുകൾ തീരദേശങ്ങൾ നിയന്ത്രിച്ചു. ബ്രിട്ടീഷുകാർക്ക് വെടിമരുന്നില്ല. യുദ്ധത്തിന്റെ പരാജയത്തിലേക്ക് അവർ പോകുമ്പോൾ ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചിയാം വൈസ്മൻ. അദ്ദേഹം വായുവിൽ നിന്ന് നൈട്രജൻ എടുത്തു. ആ നൈട്രജൻ ഉപയോഗിച്ച് TNT, ട്രൈ നൈട്രോ ടുളുവിൻ എന്ന് പറയുന്ന വെടിമരുന്നുണ്ടാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സമ്മാനിച്ചു. അവര് ആ ഫോർമുല വെച്ച് വെടിമരുന്നുണ്ടാക്കി. 1-ാം ലോകയുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുന്നത് അങ്ങനെയാണ്. അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശാസ്ത്രജ്ഞനെ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്ത് പ്രതിഫലം തരണം? അദ്ദേഹം സ്വയമായ പ്രതിഫലം തിരസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം ഞങ്ങൾക്ക് മാതൃരാജ്യമായി തരണം. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെയ്ത പ്രഖ്യാപനമാണ്. അതായത് 1917 നവംബർ മാസത്തിൽ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. അതിൻ്റെ പേരാണ് ബാൽഫോർ ഡിക്ലറേഷൻ. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദന് രാജ്യം പലസ്തീനിൽ സ്ഥാപിക്കാൻ അനുകൂലമാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ലോകത്തിൽ വലിയൊരു പ്രഖ്യാപനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുകയാണ്, ഇസ്രായേലിന് രാജ്യമുണ്ടാക്കാൻ ഞങ്ങൾ അനുകൂലമാണ്. ബാൽഫോർ ഡിക്ലറേഷൻ. ഇനിയും പ്രിയപ്പെട്ടവർ കേൾക്കണം, ആ വർഷം തന്നെ 1917 ഈ ബാൽഫോർ ഡിക്ലറേഷൻ നടത്തുന്നത് 1917 നവംബറിലാണ്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 1917 ഫെബ്രുവരിയിൽ വേറെ ഒരു സംഭവം നടന്നു. അതേ വർഷം റഷ്യയിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. സാർ ചക്രവർത്തിമാരാണ് അവിടെ ഭരിച്ചിരുന്നത്. ആ ചക്രവർത്തിമാരെ രാജഭരണമായിരുന്നു റഷ്യയിൽ. റഷ്യയിലെ രാജഭരണം ഈ ചക്രവർത്തിമാരെ മുഴുവൻ വാള കൊണ്ട് വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കി. സാർ ചക്രവർത്തിമാരെ കൊന്നു, ചോര പുഴയൊഴുക്കി. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അവിടെ ഉണ്ടായി. ഒരു കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം റഷ്യയിൽ സ്ഥാപിച്ചു. എന്നാണ് സംഭവിച്ചത്? 1917 എന്നാണ് ഇസ്രായേൽ രാജ്യമായി തീരാൻ ബ്രിട്ടൻ തീരുമാനമെടുക്കുന്നത്? 1917. ഇത് രണ്ടും 1-ാം ലോകയുദ്ധത്തിൻ്റെ ഇടയിലാണ്. 1-ാം ലോകയുദ്ധം നടക്കുന്നത്
1914 തൊട്ട് 18 വരെയാണ്. 1917 ഇസ്രായേലിന് രാജ്യമുണ്ടാക്കാൻ തീരുമാനിക്കുന്നു. 1917 റഷ്യയിൽ വിപ്ലവം ഉണ്ടാകുന്നു. ഇപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ടോ? ഈ ഒന്നാം ലോകയുദ്ധം ഈറ്റനോവിന്റെ ആരംഭമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം നിവർത്തിക്കപ്പെടണം. ഈ പ്രവചനം, ഈ 8-ാം വാക്യം നിവർത്തിക്കപ്പെടണം. നീ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരും, അവരോടുകൂടെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. നാം അത് പരിശോധിക്കാൻ പോവുകയാണ്. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിൽ വന്നപ്പോൾ ഈ പ്രവചനം നിവർത്തിക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടത് നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ, റഷ്യയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? ഇവിടെ 2 പഠനങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ 38-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, രോഷ് മോശക് തൂബൽ എന്നിവിടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗെ. രോഷ് എന്ന് പറയുന്നത് റഷ്യയാണ്. മാഗോഗ് ദേശം എന്ന് പറയുന്നത് റഷ്യയുടെ ദേശം കൂടെ ഉൾപ്പെട്ട പ്രദേശമാണ്. മാഗോഗിന്റെ സന്തതികൾ പാർത്ത പ്രതലമാണ്. ഇത് ഒരു പഠനമാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം എടുത്താൽ എടുക്കണ്ട, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ അധ്യായത്തിനാണ് രാഷ്ട്രങ്ങളുടെ പട്ടിക എന്ന് പറയുന്നത്. ഉൽപ്പത്തി 10-ാം അധ്യായം. നോഹയ്ക്ക് 3 മക്കളുണ്ട്, ശേം, ഹാം, യാഫത്ത്. ഈ 3 മക്കളും കുടിയേറി പാർത്ത പ്രതലം മനസ്സിലാക്കാം. അവരുടെ മക്കളുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചുമക്കളുടെ പേരും പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പേരും, രോഷ് എന്നുള്ള പേരൊഴിച്ച് എല്ലാ പേരും ആ ഉൽപ്പത്തി 10-ലുണ്ട്. അവിടെ വെച്ച് പഠിച്ചു നോക്കിയാൽ ഇവരുടെ കുഞ്ഞുങ്ങൾ കയറി പാർത്ത പ്രതലം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രോഷ് എന്ന് പറയുന്നത് റഷ്യയാണ്. അറബി ഭാഷയിൽ റോഷ് എന്ന് പറഞ്ഞാൽ റഷ്യൻ തന്നെയാണ്. വേറെ ഒരു തെളിവ് ഞാൻ തരാം. ഇസ്രായേൽ ലോകത്തിന്റെ സെന്ററാണ്. എസെക്കിയേൽ 5:5. ഈ എസെക്കിയേൽ 38-ന്റെ 11-ാം വാക്യത്തിന്റെ അവസാനം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് നോക്കിയാടെ. 11-ാം വാക്യത്തിന്റെ അവസാനം, ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനം. ഇല്ലേ? 11-ാം വാക്യത്തിലില്ലേ? 38-ന്റെ 11-ാം വാക്യം. ഒരു ദുർബലം നിരൂപിക്കുകയും അതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെടും. കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചു ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈ നീട്ടേണ്ടതിനും. ഭൂമിയുടെ മധ്യഭാഗത്ത് വസിക്കുന്നു. എസെക്കിയേൽ 5:5. ഇസ്രായേലിന്റെ പ്രദേശം ഭൂമിയുടെ മധ്യഭാഗമാണ്. യെശയ്യാവ് 19:24. യേശുക്രിസ്തു 2ാമത് വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോഴും ഇസ്രായേൽ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കും. ഇസ്രായേലിനെ ആക്രമിക്കുന്നു. എവിടെ നിന്നാണ് ഈ പറയുന്ന രാജ്യം വരുന്നത്? 15-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ സിസ്റ്ററെ. 15-ാമത്തെ വാക്യം. അന്നാളിൽ നീ അത് അറിയുകയോ, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. നീ വടക്കേ അറ്റത്ത് തന്നെ വരും. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കുക. യു വിൽ കം ഫ്രം ദ uttermost north. ഏറ്റവും വടക്കേ സ്ഥലത്തു നിന്ന് വരും. ഇസ്രായേൽ കേന്ദ്രമാണെങ്കിൽ ഏറ്റവും വടക്കെടുക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. റഷ്യക്കപ്പുറത്ത് രാജ്യമില്ല. 39-ാം അധ്യായം ഇതിന്റെ തുടർച്ചയാണ്. അതിന്റെ 2-ാം വാക്യം ഒന്ന് നോക്കിയേ. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് അത് തന്നെ നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഞാൻ നിന്നെ ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് നിന്ന് അവിടെ കൊണ്ടുവരും. ഈ ദിക്കുകൾ പറഞ്ഞത് കൊണ്ട് ഇത് റഷ്യയാണെന്ന് തീർത്ത് നമുക്ക് പറയാം. ദൈവവചനം കൃത്യമായി പറയുകയാണ്. എന്നാൽ ഓർത്താട്ടെ, ഈ പ്രവചനം നിവർത്തിക്കാൻ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീരണം, റഷ്യ ഒരു മഹാസൈന്യമായി തീരണം. നമ്മൾ ഇവിടെ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, ആ 15-ാമത്തെ വാക്യത്തിൽ മഹാസൈന്യമായി. 16-ാം വാക്യത്തിൽ ദേശത്തെ മറയ്ക്കേണ്ടതിനൊരു മേഘം പോലെ. നമ്മൾ കണ്ടു ഇറാൻ ഇസ്രായേലിന്റെ മേൽ 200 മിസൈലുകൾ അയച്ചപ്പോൾ
ഇസ്രായേൽ മൗനമായിരുന്നു. ഏതാണ്ട് 125 യുദ്ധവിമാനങ്ങൾ ഒരുപോലെ പറന്ന് ഇറാന്റെ മുകളിൽ പോയി നിൽക്കുകയാണ് ബോംബുകൾ ചെയ്യാൻ. ലോകി ഞാനിന്നോട്ടം തികച്ചോ